തക്കാളി വീട്ടിലിരിപ്പുണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഒരു അടിപൊളി ഫേസ് പാക്ക് ഉണ്ടാക്കി നോക്കിയിരിക്കും. നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം ഫേസിൽ ഭയങ്കരമായിട്ട് ടാനൊക്കെ അടിച്ച് കരിവാളിപ്പൊക്കെ ഉണ്ടാവത്തില്ലേ, അപ്പം അത് മാറാനൊക്കെ ആയിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ടും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും കേട്ടോ. തക്കാളി ഇതുപോലെ ഒന്ന് ഫേസിൽ തേച്ച് നോക്കി. ഞാൻ ഇത് ഒരു പകുതി തക്കാളി എടുത്തിട്ട് അതിൻ്റെ പൾപ്പുണ്ടല്ലോ ഉള്ളിൽ, അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തൈര് ചേർത്താൽ മതി, ഒരുപാട് വേണ്ട കേട്ടോ. ഒരു നുള്ളിൽ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഈ മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ ഒരു ഇത്തിരി ഒരു അര സ്പൂണോളം കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇടണ്ട കേട്ടോ. അപ്പോൾ അര സ്പൂൺ കോഫി പൗഡർ ഉണ്ടെങ്കിൽ ഇട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് വെറുതെ നല്ല ചൂടത്തുനിന്ന് കയറി വരുമ്പോൾ ഫേസിൽ തേച്ച് കൊടുക്കാം. ആദ്യം ഫസ്റ്റിൽ തന്നെ ചൂടത്തുനിന്ന് കയറി വരുമ്പോൾ തേക്കരുത്, മുഖം ഒന്ന് കഴുകി കളഞ്ഞിട്ട് തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ തേക്കാം കേട്ടോ. അത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേക്കാം. അതല്ലാണ്ട് ഇതിൻ്റെ കൂടുതൽ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത അരിപ്പൊടി, നമ്മൾ അപ്പത്തിനും പുട്ടിനൊക്കെ എടുക്കുന്നത്, ആ അരിപ്പൊടിയും കൂടെ ഉണ്ടെങ്കിൽ അര സ്പൂൺ അതും കൂടെ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. അപ്പം ഇത് രണ്ട് രീതി തേക്കാം. അരിപ്പൊടി ഇട്ടില്ലാന്നും കുഴപ്പമില്ല, അരിപ്പൊടി ഇട്ടാലും കുഴപ്പമില്ല. അപ്പം ഇതിങ്ങനെ തേച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നേരം തേച്ച് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി നോക്കിക്കോ. നല്ല റിസൾട്ട് കിട്ടും. നല്ല രീതിയിൽ തന്നെ സ്കിന്ന് ബ്രൈറ്റ് ആവുകയും ചെയ്യും. നമുക്ക് സ്കിന്നിൽ നിറം വെക്കാനൊക്കെ ആയിട്ടും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ടാനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നല്ലൊരു വീഡിയോ ഉണ്ട് കാണാം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ടിപ്സിന് വീഡിയോസിന് പേജ് ഫോളോ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ കൂടി ചെയ്യാൻ മറക്കില്ല കേട്ടോ. ബൈ.